ഡോർ തുറന്ന് അകത്തേക്ക് കയറുമ്പോഴാണ് നയോമി ബാക്ക് സീറ്റിലിരിക്കുന്നവരെ കണ്ടത്. ഹായ് നയോമി, ജിംസൺ കൈപൊക്കി അഭിവാദ്യം ചെയ്തു. ഹലോ, ഡോണ്ടയും അവളുടെ നേർക്ക് കൈ ഉയർത്തി. ഇവരുണ്ടെന്ന് അങ്കിൾ എന്നോട് പറഞ്ഞില്ലല്ലോ, ഇത് സർപ്രൈസ് ആണല്ലോ. നയോമി അഷ്ടമൂർത്തിയെ നോക്കി. നയോമിയുടെ വീട് കാണണമെന്ന് ഇവർക്ക് ആഗ്രഹം, വക്കീൽ പറഞ്ഞു. എന്നിട്ട് വീട്ടിൽ കയറിയില്ലല്ലോ. ലൊക്കേഷൻ മനസ്സിലാക്കിയ പിന്നെ എപ്പോൾ വേണമെങ്കിലും വരാവുന്നതല്ലേയുള്ളൂ, ഡോണ്ടി പറഞ്ഞു. ശല്യക്കാരായിട്ട് മാറോ അങ്കിളെ, നയോമി തമാശ മട്ടിൽ ചോദിച്ചു. അഷ്ടമൂർത്തി കാർ ഓടിച്ചു കൊണ്ടിരുന്നു. എവിടേക്കാണ് നമ്മൾ, നയോമി തിരക്കി. ഒന്നിച്ചിരുന്ന് സംസാരിക്കണം, അതിനു പറ്റിയ ഏതെങ്കിലും സ്ഥലം. ലുലു മാളിലേക്ക് പോയാലോ? അത് വേണ്ട, നയോമി സെലിബ്രിറ്റി അല്ലേ, ആളുകൾ ശ്രദ്ധിക്കും. സിറ്റി ക്ലബിലാണെങ്കിൽ ഒരു ശല്യവുമില്ല. നിങ്ങൾ 3 പുരുഷന്മാരെ കണ്ണുമടച്ച് വിശ്വസിക്കണം അല്ലേ? അതും ചൂടുവെള്ളത്തിൽ വീണ പൂച്ചയായ ഞാൻ. എല്ലാവരും പരിചയമുള്ളവരല്ലേ, അഷ്ടമൂർത്തി ചോദിച്ചു. അങ്കിളിനെ മാത്രം, മറ്റു 2 പേരും എനിക്ക് അപരിചിതരാണല്ലോ. കൂസലില്ലാതെ നയോമി പറയുന്നത് കേട്ട് ഡോണും ജിംസണും പരസ്പരം നോക്കി. അപ്പോൾ കഴിഞ്ഞ ദിവസം പരിചയപ്പെട്ടതോ, ഡോൺ ചോദിച്ചു. ഒരു തവണ ക്രോസ് ചെയ്യുമ്പോൾ ഹലോ എന്നൊരു വാക്ക് പറയുന്നതാണോ പരിചയം? ഞാനൊരു പോലീസുകാരനാണ് നയോമി, ക്രൈംബ്രാഞ്ച്, ഡോൺ പറഞ്ഞു. പോലീസുകാരിലുമുണ്ടല്ലോ ക്രിമിനൽസ്. രക്ഷയില്ല, തോറ്റു, ഡോൺ തർക്കം നിർത്തി. പാലാരിവട്ടത്ത് നിന്ന് തമ്മനത്തേക്ക് തിരിഞ്ഞു പോകുന്ന റോഡിലായിരുന്നു സിറ്റി ക്ലബ്ബ്. ശാന്തമായ സ്ഥലം, മതിൽക്കെട്ടിനോട് ചേർന്ന് മരങ്ങൾ, ടെന്നീസ് കോർട്ട്, ഇൻഡോർ ഷട്ടിൽ കോർട്ട്, ബാർ, റെസ്റ്റോറൻറ്റ് തുടങ്ങിയ എല്ലാ സൗകര്യങ്ങളുമുണ്ട്, അഷ്ടമൂർത്തി പറഞ്ഞു. കാറിൽ നിന്ന് ഇറങ്ങി അവർ അല്പം ഒറ്റപ്പെട്ടു നിൽക്കുന്ന 2 നില കെട്ടിടത്തിന് നേർക്ക് നടന്നു. നിങ്ങളിവിടെ നിൽക്ക്, ഞാൻ പോയി ചാവി വാങ്ങിക്കൊണ്ടുവരാം. അഷ്ടമൂർത്തി അവരെ അനേകം തൂണുകളുള്ള നീളൻ വരാന്തയിൽ നിർത്തിയിട്ട് റിസപ്ഷനിലേക്ക് പോയി. നിങ്ങൾ 2 പേരും വലിയ കൂട്ടുകാരാണോ? നയോമി ഡോണിനെയും ജിംസനെയും മാറി മാറി നോക്കി. നമ്മൾ ആദ്യം കൂട്ടുകാരല്ലായിരുന്നു അല്ലേ, ഡോൺ പറഞ്ഞു. സിത്താരയെ പ്രേമിക്കാൻ വേണ്ടി ഞാൻ ഇവനോട് യുദ്ധം ചെയ്തു. ഇവൻ്റെ പെങ്ങളാണെന്നാണ് ഞാൻ ആദ്യം കരുതിയത്. പിന്നീട് മനസ്സിലായത് ഇവൻ കാത്തു സൂക്ഷിച്ച കസ്തൂരി മാമ്പഴമാണെന്ന്. അപ്പോൾ ശത്രുത ഒന്നുകൂടെ കൂടി. ഒടുവിൽ ഞാൻ ആയുധം വെച്ച് കീഴടങ്ങി. കഷ്ടം, സാരമില്ല, 2 പേർക്കും കിട്ടാതെ പോയില്ലേ കസ്തൂരി മാമ്പഴം, നയോമി ചെറുങ്ങനെ ചിരിച്ചു. ഇവൻ പറയുന്നത് സിത്താര മരിച്ചിട്ടില്ലെന്നാ, ഡോൺ നിഷ്കളങ്കനെ പോലെ പറഞ്ഞു. അങ്ങനെ വെറുതെ വിശ്വസിച്ചിട്ട് എന്താ കാര്യം? പോലീസ് മരണം സ്ഥിരീകരിച്ച് പോസ്റ്റ്മോർട്ടം ചെയ്ത് DNA ടെസ്റ്റും നടത്തി തീർച്ചപ്പെടുത്തിയ കേസല്ലേ, നയോമി പറഞ്ഞു. അത്രയൊക്കെ ചെയ്തെന്ന് നയോമിക്ക് എങ്ങനെ അറിയാം? അങ്കിൾ എന്നോട് പറഞ്ഞതാ, അത് സത്യമാണെന്ന് വിചാരിച്ചു വെച്ചിരിക്കുകയാണ് ഞാൻ. എന്നാൽ അതല്ല സത്യം, ജിംസൺ പറഞ്ഞു. പിന്നെന്താണ്? അതെനിക്കറിയില്ല, അത് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. സിത്താര ജീവിച്ചിരിപ്പുണ്ടെന്ന് എൻ്റെ 6th സെൻസ് പറയുന്നു, ജിംസൺ വെളിപ്പെടുത്തി. അപ്പോഴേക്കും അഷ്ടമൂർത്തി സൂട്ട് റൂമിൻ്റെ താക്കോൽ വാങ്ങിയെത്തി. റിസപ്ഷനിലിരിക്കുന്ന പെണ്ണിനൊരു സംശയം, നയോമി സിനിമ നടിയാണോന്ന്. അതേയെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അവളോട് കൊഞ്ചാൻ നിന്നതാണോ താക്കോൽ കിട്ടാൻ ഇത്ര താമസം, ഡോൺ ചോദിച്ചു. ഏടാ മോനെ, എനിക്ക് ആ പ്രായമൊക്കെ കഴിഞ്ഞു, താക്കീതിൻ്റെ സ്വരത്തിൽ അഷ്ടമൂർത്തി പറഞ്ഞു. ചുമ്മാ പോവെങ്കിലേ, ഈ പ്രായത്തിലല്ലേ ശൃംഗാരം കൂടുതൽ. നീ ക്രൈം ബ്രാഞ്ചാണോ അതോ ലവ് ബ്രാഞ്ചാണോ? അഷ്ടമൂർത്തി താക്കോലിട്ട് വാതിൽ തുറന്നു. രാജകീയമായ സ്യൂട്ട് റൂം, ചെറിയ ഒരു ഇരുപ്പുമുറിയും അതിനോട് ചേർന്നുള്ള ഭക്ഷണം കഴിക്കാനുള്ള റൗണ്ട് ഡൈനിങ് ടേബിളും. ബെഡ്റൂം വിശാലം, സോഫയും സെറ്റിയും കസേരകളും ബെഡ്റൂമിലുണ്ട്. അപ്പോൾ നയോമി, നമുക്ക് നേരെ കാര്യത്തിലേക്ക് കിടക്കാം, അഷ്ടമൂർത്തി പറഞ്ഞു. ഇവർ ഒരു പ്ലാനും കൊണ്ടാണ് വന്നിരിക്കുന്നത്. അതെന്താണെന്ന് വെച്ചാൽ നയോമിയെ തട്ടിക്കൊണ്ടുപോയത് ആരാണെന്ന് ആദ്യം കണ്ടുപിടിക്കുക. എൻ്റെ കാര്യത്തിൽ ഇനി എന്തിനാ ഉൾക്കണ്ട, ഞാനിവിടെ ജീവനോടെ ഉണ്ടല്ലോ, നയോമി പറഞ്ഞു. അതല്ല നയോമി, ഇവർ പറയുന്നതിന് കാര്യമുണ്ട്. നയോമിക്ക് എന്തായാലും സംഭവിച്ചതൊന്നും ഓർമ്മയില്ല. നയോമിയുടെ ശത്രുക്കളെ കണ്ടുപിടിച്ചാൽ ഒരുപക്ഷെ അവർ തന്നെയായിരിക്കും സിത്താരയെയും വകവരുത്തിയിട്ടുണ്ടാവുക. ഒരിക്കലുമില്ലെങ്കിലേ, ഞാനും സിത്താരയും തമ്മിൽ എന്ത് ബന്ധം? ഒന്നുമില്ല, നയോമി അല്പം നിർബന്ധ ബുദ്ധിയോടെ പറഞ്ഞു. അങ്കിളിനറിയാമായിരുന്നോ ഞാനും സിത്താരയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടെന്ന്? ഇവർക്കറിയാമായിരുന്നോ? അനിലേട്ടനും കുടുംബത്തിനും അറിയാമായിരുന്നോ? എനിക്ക് പോലും അറിയാതിരുന്ന കാര്യമല്ലേ? അതൊക്കെ ശരി തന്നെ, പക്ഷേ നമ്മളൊക്കെ എപ്പോഴെങ്കിലും അറിഞ്ഞല്ലോ. അതുപോലെ നമ്മൾ അറിയുന്നതിനും തൊട്ട് മുമ്പേ, ഏകദേശം ഒരു 3 മാസം മുമ്പേ അറിഞ്ഞ ആരെങ്കിലും ഉണ്ടെന്ന് സങ്കല്പിക്കുക. സങ്കല്പിക്കാലോ? സങ്കല്പിക്കാം അങ്കിളെ, ജിംസൺ പറഞ്ഞു. നമ്മൾ ആ സങ്കല്പത്തിൻ്റെ പിന്നാലെ കുറച്ച് ദൂരം പോയി നോക്കുക. സിത്താരയെ വകവരുത്തിയത് ആരെന്നറിയാൻ എന്നെ തട്ടിക്കൊണ്ടുപോയവരുടെ പിന്നാലെ പോകുകയെന്ന് വെച്ചാൽ ശുദ്ധ അസംബന്ധമാണെന്നല്ലാതെ എന്തു പറയാനാ? രണ്ടും കേസാങ്കിളെ. ആയിക്കോട്ടെ, പക്ഷെ രണ്ടും തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടെങ്കിലോ?
നയോമിക്ക് ഓർമ്മയില്ലാത്തതുകൊണ്ട് കാണാൻ പറ്റാത്തതാ. ഞങ്ങൾ നോക്കുമ്പോൾ പോലും ചില കാണാച്ചരടുകളുണ്ട്. നയോമിക്ക് തട്ടിക്കൊണ്ടു പോകപ്പെട്ടതിന് മുമ്പുള്ള ഒന്നും ഓർമ്മയില്ലല്ലോ. ആ ഓർമ്മക്കേടിനുള്ളിൽ സത്യം ഒളിഞ്ഞു കിടപ്പുണ്ടെന്നാ ഞങ്ങളുടെ ബലമായ വിശ്വാസം. നയോമി നിഷേധാർത്ഥത്തിൽ തലയാട്ടി. പക്ഷേ തർക്കിക്കാൻ പഴുതൊന്നും അവൾക്ക് കിട്ടിയില്ല. പിന്നെ വേറൊന്ന്, സിത്താരയുടെ കൊലപാതകവും നയോമിയുടെ തട്ടിക്കൊണ്ടുപോകലും തമ്മിൽ ബന്ധമൊന്നും ഇല്ലെന്ന് തന്നെ ഇരിക്കട്ടെ. നയോമിയുടെ ആ കൊടും ക്രൂരത ചെയ്തവർ ആരൊക്കെയാണെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കുമല്ലോ. അതൊരു വലിയ കാര്യമല്ലേ? പോലീസ് പഠിച്ച അടവെല്ലാം പയറ്റിയിട്ടും കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. പിന്നാണോ നിങ്ങൾ 3 പേർ? പോലീസിന് കഴിയാതിരുന്നത് എന്തുകൊണ്ടാ? നയോമിയുടെ സഹകരണം ഉണ്ടായില്ല. പക്ഷേ ഞങ്ങളുടെ കാര്യത്തിൽ അങ്ങനെയല്ലല്ലോ. നയോമി പൂർണ്ണമായിട്ടും സഹകരിക്കും. എല്ലാം ഒന്ന് കെട്ടടങ്ങിയതാ. ഇനി അത് മാന്തിപ്പൊളിച്ച് വ്രണമാക്കണോ? എന്നെ തട്ടിക്കൊണ്ടു പോകയവർ തീർച്ചയായിട്ടും 16 ദിവസത്തോളം പൂവിട്ട് പൂജിക്കുകയൊന്നും ആയിരിക്കില്ല ചെയ്തത്. ഇപ്പോൾ ആർക്കും അറിയില്ല എന്താ സംഭവിച്ചതെന്ന്. വെറും ഊഹം മാത്രമേ ഉള്ളൂ. എനിക്ക് പോലും അറിയില്ല. അതുകൊണ്ട് എനിക്ക് എന്നോട് തന്നെ അറപ്പും വെറുപ്പുമില്ല. ആത്മവിശ്വാസത്തോടെ ജീവിക്കാൻ പറ്റുന്നുണ്ട്. അത് ഇല്ലാതാക്കണോ? നിനക്ക് എന്ത് സംഭവിച്ചിരുന്നാലും ആ ഓർമ്മ ഇനി തിരിച്ചു കിട്ടാൻ പോണില്ല. ഒരു മനുഷ്യൻ്റെ അപമാനവും അഭിമാനവും ആത്മവിശ്വാസവും നിലനിൽക്കുന്നത് അവൻ്റെ ഓർമ്മയിൽ കൂടിയാണ്. ഓർമ്മയില്ലാത്ത നിനക്കെന്തിനു കുറ്റബോധം? അല്ലെങ്കിൽ തന്നെ 200ഓളം പേർ നിന്നെ റേപ്പ് ചെയ്തിട്ടുണ്ടെന്ന് നീ തന്നെ ഗൗതമിനോട് ഒരിക്കൽ പറഞ്ഞില്ലേ? നിന്റെ കഴിഞ്ഞ കാലത്ത് നീ പലരോടൊപ്പം കിടക്ക പങ്കിട്ടിട്ടുണ്ടെന്ന് അവർ തന്നെ നിന്റെ മുഖത്ത് നോക്കി പറഞ്ഞില്ലേ? നിന്നെ പല ഹോട്ടലുകളിലും റിസോർട്ടുകളിലും കൊണ്ടുപോയി പലർക്കും കാഴ്ച വച്ചിട്ടുണ്ടെന്ന് നിന്റെ മുത്തശ്ശിയും അങ്കിളും സമ്മതിച്ചതല്ലേ? അപ്പോഴൊന്നും നശിച്ചു പോകാത്ത ആത്മാഭിമാനവും കോൺഫിഡൻസും ഇനി എങ്ങനെ നഷ്ടപ്പെടുമെന്നാണ് നീ പറയുന്നത്? അഷ്ടമൂർത്തിയുടെ വാദത്തിന് മുന്നിൽ നയോമിയുടെ എതിർപ്പിൻ്റെ മുനമടങ്ങി. ശരി, നിങ്ങളുടെ ഇഷ്ടം പോലെ ആയിക്കോ. ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ മതി. ആത്മാർത്ഥമായിട്ട് സഹകരിക്കണം, വേറൊന്നും വേണ്ട. നീയുമായി അടുപ്പമുണ്ടായിരുന്നവർ ആരൊക്കെ? നിന്നിൽ അമിതമായി സ്വാധീനം ചെലുത്തിയിരുന്നവർ ആരൊക്കെ? ആരോടൊക്കെ പണം കടം വാങ്ങി? നിന്നെ കല്യാണം കഴിക്കാമെന്ന് ആരെങ്കിലും വാഗ്ദാനം ചെയ്തിരുന്നോ? ഇതൊക്കെ ഞങ്ങൾക്കറിയണം. നോ. എന്താ ഈ പറയുന്നത്? എനിക്ക് ഓർമ്മയില്ലല്ലോ. നിനക്കില്ലെങ്കിൽ നിന്റെ മുത്തശ്ശിക്ക് ഓർമ്മയുണ്ട്, ഉദയഭാനുവിന് ഓർമ്മയുണ്ട്. അവരെ കൊണ്ട് പറയിക്കണം. അതിന് നീ മുൻകൈ എടുക്കണം. അതുകൊണ്ടാണ് പറഞ്ഞത്, ഈ അന്വേഷണത്തിൽ ഞങ്ങൾക്ക് വേണ്ടത് നിന്റെ 100% ആത്മാർത്ഥതയാണെന്ന്. പറ്റിക്കരുത്. ജിംസണും ഡോണും അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കി. ഞാൻ സഹകരിക്കാം. നിനക്ക് ചെയ്യാൻ കഴിയുന്നതെല്ലാം ചെയ്യണം. നിനക്ക് അടുപ്പമുണ്ടായിരുന്നവരുടെ അടുത്ത് വീണ്ടും പോകേണ്ടി, ചിലപ്പോൾ പഴയ നയോമിയായി നടക്കേണ്ടി വരും. നിനക്ക് മാനം കളയേണ്ടി വരില്ല. ഞങ്ങളുണ്ടാവും നിന്റെ തൊട്ടു പിന്നിൽ. സമ്മതിച്ചോ? നയോമി ദീർഘശ്വാസം എടുത്തു. മെല്ലെ തലകുലുക്കി. സമ്മതിച്ചു. ആദ്യം ചെയ്യേണ്ടത് ഡയറക്ടർ മഹീന്ദ്രനുമായിട്ടുള്ള കേസ് ഒത്തുതീർപ്പാക്കാന്നുള്ളതാണ്. അവിടുന്ന് വേണം നമുക്ക് തുടങ്ങാൻ. ആലോചിക്കാൻ നയോമി 4-5 നിമിഷം എടുത്തു. ഒടുവിൽ അതും സമ്മതിച്ച് തലകുലുക്കി.